നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഈ LED ബൾബുകൾ അത് മങ്ങി തെളിഞ്ഞ് കിടക്കുന്ന ഒരു പ്രശ്നം. അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും നമ്മുടെ വീട്ടിലെ LED ബൾബുകൾ ചെറുതായിട്ട് മങ്ങി തെളിഞ്ഞ് കിടക്കുന്ന ഒരു പ്രശ്നം ഒത്തിരി ആൾക്കാർ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മളൊരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് കാണുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഒത്തിരി ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കുകയുണ്ടായി. അപ്പോൾ എന്നാലും ആൾക്കാർ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമ്മളൊരു LED ബൾബിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തിട്ട് മറ്റേ എൻഡിലെ കണക്ഷൻ നമ്മൾ വിച്ഛേദിച്ചാൽ എന്തുകൊണ്ടാണത് കെട്ടുപോകാത്തത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ മറ്റേ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇൻഡക്ഷൻ കറണ്ടാണ്, വയറുകൾ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ LED ബൾബിലേക്ക് പോകുന്ന, അതായത് ഇപ്പം ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ വീട്ടിൽ LED ബൾബ് ഓഫ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, തെളിയുന്നൊന്നുമില്ല, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു റൂമിനകത്തെ ഒരു ബൾബ് ഓൺ ആക്കുമ്പോൾ ഈ LED ബൾബ് വീണ്ടും ചെറുതായിട്ട് തെളിയുന്നതായിട്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ആ ബൾബിലേക്ക് ഫേസ് പോകുന്ന ആ ലൈനും ഈ LED ബൾബിലേക്ക് പോകുന്ന ലൈനും തമ്മിൽ പാരലായിട്ട് കുറേ സഞ്ചരിക്കുന്നുണ്ടാകും എവിടെയെങ്കിലും ഈ പൈപ്പിനകത്തൂടെ. അതായത് നമ്മളിട്ടിരിക്കുന്ന നമ്മുടെ ഈ ലൈൻ വലിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ പൈപ്പിനകത്തോടെ എവിടെയെങ്കിലും പാരലായിട്ട് കുറേ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വയറിൽ നിന്ന് മറ്റേ വയറിലേക്ക് ഇൻഡക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ലീക്കേജ് കറണ്ടോ ആ ഏതെങ്കിലും രീതിയിൽ കൂടെ ഇതിനകത്തേക്ക് അതിനകത്ത് പോകുന്ന ആ സപ്ലൈ ചെറുതായിട്ട് ഒന്ന് ഇൻഡക്ഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അതിന് ചെറുതായിട്ട് മങ്ങി തെളിയും. അപ്പോൾ അതിനകത്തുള്ള അങ്ങനെ തെളിയാൻ പാടില്ലാത്തതാണ് ഈ ബൾബുകൾ ശരിക്കും. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്നാന്നുള്ളത്, ഞാൻ ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബൾബുകൾ മാറിയിടുക എന്നുള്ളത് തന്നെയാണ്. വേറെ പല കാര്യങ്ങളെപ്പറ്റി ട്യൂബ് സ്വിച്ച് വെക്കുന്നതും കപ്പാസിറ്റർ വെക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിലും ബൾബുകൾ മാറിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബൾബുകൾ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഉറപ്പായിട്ട് നിങ്ങളോട് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു തരുന്ന ഒരു കാര്യം. ഇപ്പം നമുക്ക് നേരത്തെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇതുണ്ട്, ഈ ബൾബ് ഉണ്ട്, ഇത് ശരിക്കും ഗ്ലാസ്സാണിത്. ആദ്യകാലത്തൊക്കെ നമുക്ക് LED ബൾബ് ഇറങ്ങി. ഇതിപ്പം ഞാനിത് ശരിക്കും ഒരു 650 രൂപ 700 രൂപ ആ ഒരു റേഞ്ചിൽ ആ ഒരു വില കൊടുത്ത് മേടിച്ചൊരു LED ബൾബാണ് ഇത്. പക്ഷേ ഇപ്പോഴും തെളിയുന്നുണ്ട്. ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാതെ ഇത് പെർഫെക്റ്റ് ആയിട്ട് തെളിയുന്നു. ഇത് ചോക്കുള്ള ടൈപ്പ്, അതായത് ഇതിനകത്ത് ശരിയ SMPS വെച്ചുള്ള ടൈപ്പ് ആണ്. ഇതുണ്ട്, പക്ക ഗ്ലാസ് ആയതുകൊണ്ടോ ഞൊട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്വരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇത് നിലത്തിട്ടില്ല, അപ്പോൾ തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല സെറ്റപ്പായിട്ടായിരുന്നു ഈ സാധനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ സാധനം ഇതുപോലത്തെ ഈ SMD ടൈപ്പ് വരാൻ വേണ്ടി വന്നത്. അത് വന്നപ്പോഴാണ് ഈ മങ്ങി തെളിയുന്ന പ്രശ്നം മെയിനായിട്ടും വന്നത്. ഇതിനകത്ത് കപ്പാസിറ്ററുകളും ഫിൽറ്ററുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതുണ്ട്, ഇതാണ് ശരിക്കും വേണ്ടത് ചോക്ക്. ഇതുണ്ടോ, ഇതുപോലെയുള്ള സംഭവം നിങ്ങൾ ഇതിനകത്തുള്ള സൈസ് LED ബൾബുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്കിത് മങ്ങി തെളിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ മങ്ങി തെളിയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് വരില്ല, നിങ്ങൾ ആ ബൾബ് മാറ്റിയിട്ട് ഇതുപോലെ ചോക്കുള്ള ഒരെണ്ണം നിങ്ങൾ കൊണ്ടുപോയി അവിടെ ഇട്ടാൽ മതി, നിങ്ങളുടെ ആ പ്രശ്നം തീരും. അതാണ് അതിൻ്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ഇലക്ട്രീഷ്യന്മാരെ തെറി പറഞ്ഞ് അവരുടെ പറയണമെന്നുള്ളതൊന്നും കാര്യമില്ല. കാരണം എത്ര നോക്കിയെന്ന് പറഞ്ഞാലും ഒട്ടും ഇൻഡക്ഷൻ വരാത്ത രീതിയിൽ വയറിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. എത്ര വിദഗ്ധനായിട്ടുള്ള വയറിങ് ആരും ചെയ്തെന്ന് പറഞ്ഞാലും ചെറുതായിട്ട് വരും. അപ്പോൾ അതിനകത്ത് ഇതിനുള്ളിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിനെ സെറ്റപ്പ് ആക്കാനുള്ള സംവിധാനമൊക്കെ ഈ ചോക്കുണ്ടെങ്കിൽ ഇതിനകത്തുണ്ട്, വിഷയം വരത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലുള്ള വലിയ ബൾബുകൾക്കകത്താണ് ചോക്ക് വരുന്നത്. ഇതൊന്നും മങ്ങി തെളിഞ്ഞ് കിടക്കില്ല. ഇതുപോലുള്ള വലിയ ബൾബുകളൊന്നും മങ്ങി തെളിയില്ല. കാരണം വെച്ചാൽ ഇതിനകത്തുണ്ട് പക്ക നല്ല ചോക്കാണ്. ഇതുണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ചോക്കുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവം ഇല്ലാത്ത ബൾബുകൾ ഇതുണ്ടോ, ഇതുപോലെ ഇതിനകത്ത് ചുമ്മാ ഒരു SMD ഭയങ്കര സംഭവം എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ SMD മാത്രം വെച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള വലിയ ട്രാൻസ്ഫോർമറുകളോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കിയുള്ള പ്രശ്നമാണ് ഇത് മങ്ങി തെളിയുക എന്നുള്ളൊരു പ്രധാന കാര്യം. പിന്നെ ഞാൻ ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ വന്നത് നിങ്ങൾക്ക് 2-വേ സ്വിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ശരിയാക്കാമെന്ന്. 2-വേ സ്വിച്ച് വെച്ച് ശരിയാക്കുന്നതിന് കുഴപ്പമില്ല, താൽക്കാലികമായിട്ടുള്ളൊരു അതിലൊരു നിങ്ങൾക്കിപ്പം ബൾബ് വാങ്ങിച്ചു പോയി, നിങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല, എന്തായാലും ബൾബ് നിങ്ങൾ മാറില്ല. നിങ്ങൾക്കിത് അല്ലാതെ തന്നെ എങ്ങനെ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-വേ സ്വിച്ച് വെച്ചിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 2-വേ സ്വിച്ച് കൊടുക്കുമ്പം നിങ്ങൾ നിർബന്ധമായി ഞാൻ പറഞ്ഞൊരു കാര്യം പാലിച്ചിരിക്കണം. അതിനകത്ത് ന്യൂട്രൽ ലൈനേ കൊടുക്കാവുള്ളൂ, എർത്ത് കൊടുക്കരുത് 2-വേ സ്വിച്ചിൻ്റെ ഒരു സൈഡിലേക്ക്. മാത്രമല്ല ന്യൂട്രൽ ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇതേപോലെയുള്ള ഒരു വയർ ഫ്യൂസ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ സ്വിച്ചിൻ്റെ രണ്ട് സൈഡിലും ഫേസും ന്യൂട്രലും വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഷോർട്ടിങ് ഉണ്ടായത് വലിയൊരു അപകടം ഉണ്ടാകും. അപ്പോൾ ഇതുപോലൊരു വയർ ഫ്യൂസ് കൊടുത്താൽ 100% നിങ്ങൾക്ക് സേഫാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെറിയ ഗ്ലാസ് പോലുള്ള ചെറിയ ഫ്യൂസാണ്. ഇത് 100 mA വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, 100 mA എഴുതിയ ഇത്തരം ഫ്യൂസ് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ ചെന്നാൽ കിട്ടും. അപ്പോൾ ഈ വയർ ഫ്യൂസ് മേടിക്കുക, 100 mA ഇട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഷോർട്ടിങ് പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കത്തിപ്പോയിക്കോളും. അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ LED ബൾബ് മങ്ങി തെളിയും, പക്ഷേ അതുകൊണ്ട് യാതൊരുവിധ ഷോർട്ടിങ്ങിലൂടെ നമുക്ക് ഒരു അപകടവും ഇത്രയും ഒരു സാധനം നമ്മൾ ഇടുവാണെങ്കിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കപ്പാസിറ്റർ വെച്ച് കൊടുക്കുന്ന ഒരു കേസ് ഇതുണ്ട്. ഇതുപോലെ കപ്പാസിറ്റർ വെക്കുവാണെങ്കിൽ
ഇപ്പോൾ ഒരു 100K കപ്പാസിറ്ററൊക്കെ സാറിന് എടുത്തിട്ട് ചെയ്യുന്നത് ഇത് മങ്ങി തെളിയുന്ന പ്രശ്നം മാറും. 100K കൊടുക്കുകയാണെങ്കിൽ ഇത് പലരും ചെയ്യുന്നതിന് ഇതിൻ്റെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഈ ഹോൾഡറിനകത്ത് ഇതിനകത്ത് ഇതുപോലെ ഈ ഹോൾഡറിനകത്തേക്ക് വയർ പോകുന്ന ഇവിടെ പോസിറ്റീവും നെഗറ്റീവും വരുന്നിടത്ത് ഈ കപ്പാസിറ്റർ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും പിടിപ്പിച്ച് വെക്കരുത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ എന്നതുണ്ട്, ഇതൊരു കപ്പാസിറ്ററാണ്. ഇതുണ്ടോ ഈ കപ്പാസിറ്ററിനകത്ത് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. ഇതുകൊണ്ട് ഈ കപ്പാസിറ്ററിനകത്ത് ഇതുപോലെയുള്ള ഷീറ്റുകൾ, ചെറിയ ഷീറ്റുകൾ പോസിറ്റീവും നെഗറ്റീവും ഇതുകൊണ്ട് ചെറിയ കനം കുറഞ്ഞ ഷീറ്റുകൾ വെച്ചിട്ട് ഇതിനെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കൂടി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ പൊളി ചെയ്യുന്ന ഇങ്ങനെ തിറന്ന് ഇത് വരും. ഇതുണ്ടോ ഇങ്ങനെ പൊളി ചെയ്യുന്ന ഒരുപാടുണ്ട് ഇതിനകത്ത്. ഇതുണ്ടോ ഇങ്ങനെ വള്ളി പോലെ റിബൺ പോലെ ചുറ്റി വെച്ച്. ഇതാണ് കപ്പാസിറ്റർ. കയ്യിലിരിക്കുന്ന കപ്പാസിറ്ററാണ്. ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ഉണ്ടോ വരുന്നുണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇത് 2, 3, 4 മീറ്റർ ദൂരത്തിൽ ഈ കപ്പാസിറ്ററിനകത്ത് ഇങ്ങനെ ഈ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ കട്ടി കുറഞ്ഞ ഒരു ഷീറ്റ് കൊണ്ടുള്ള ഒരു ചെറിയ സംഭവം മാത്രമേ അതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇതിന് നിലത്തേക്ക് കിട്ടിയിരുന്ന താഴേക്ക് പറന്ന് പോകില്ല, അത്ര ചെറിയ കട്ടി കുറഞ്ഞൊരു ഷീറ്റാണ് ഇതിനുള്ളിൽ ഈ കപ്പാസിറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ വളരെ ചെറിയൊരു മിന്നലോ അങ്ങനെ ഇതിപ്പം 450 വോൾട്ടിൻ്റെയും 600 വോൾട്ടിൻ്റെ ഒക്കെ കിട്ടും. അപ്പോൾ ഈ വോൾട്ടേജ് നമ്മൾ ജസ്റ്റ് കൊടുത്തെന്ന് ഓർത്തണമൊന്നും അത് ഷോർട്ട് ആകുമോ പ്രശ്നം വരുമോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇടിമിന്നൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ബൾബിൻ്റെ ഹോൾഡറിനുള്ളിൽ ഇത് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് മിന്നൽ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഇതിനകത്ത് ഷോർട്ടിംഗ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഷോർട്ടിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നിട്ട് അത് ഉരുക്കി കത്തി പുറത്തേക്ക് ചാടി ചിലപ്പോൾ തീയായിട്ട് ചിലപ്പോൾ കത്താറുണ്ട് ചില കപ്പാസിറ്ററുകൾ. ചിലത് അവിടെ തന്നെ ഷോർട്ടായതിനു ശേഷം നമ്മുടെ MCBകൾ ഏതെങ്കിലുമൊക്കെ ഓഫാകും. പിന്നെ അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിൽക്കാതെ വരും. അങ്ങനെ വരുവാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് സംഭവിക്കുക, പിന്നെ നിങ്ങളിത് കയറ്റി അത് മാറ്റാനും എടുക്കാനും ഒക്കെ പോകേണ്ടതൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇതുപോലുള്ള തീ പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിനകത്തും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഈ കപ്പാസിറ്റർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കപ്പാസിറ്റർ ഈ 2S കൊടുക്കുന്നവർക്ക് തന്നെ ഈ കപ്പാസിറ്റർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങൾക്ക് എടുത്താനായിട്ട്. പക്ഷേ ഈ കപ്പാസിറ്ററിൻ്റെ ഒരു കാലിൽ നിന്ന് ഒരെണ്ണത്തിൽ ഇതുപോലെ ഒരു വയർ പീസ് കണക്ട് ചെയ്ത് അതിനകത്തുനിന്ന് മറ്റേ ലീഡെ കൂടെ നമ്മളിത് കണക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നേരെ കപ്പാസിറ്റർ കൊണ്ട് പിടിപ്പിക്കുന്ന പകരം ഇതിൻ്റെ ഒരു ലീഡ് ഈ വയർ ഫ്യൂസ് വഴി കയറി പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണം കപ്പാസിറ്റർ ഷോർട്ടിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് കത്തിപ്പോകും. ഇനി അത് 100 മില്ലി ആംപിയറിൻ്റെ ചെറിയൊരു ഫ്യൂസ് ഇട്ടാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു മാർഗ്ഗം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ സാന്നിധ്യത കൊണ്ട് ഇതുപോലെ ഫ്യൂസബിൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 1/4 വാട്ടിൻ്റെ ഒക്കെ ചെറിയ ഫ്യൂസബിൾ റെസിസ്റ്റർ ഇടുക, അല്ലെങ്കിൽ 1 ohm റെസിസ്റ്റൻസോ അല്ലെങ്കിൽ 0 ohm റെസിസ്റ്റൻസോ ഇടുക. ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ ആ ഫ്യൂസ് പിടിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ കപ്പാസിറ്ററിലേക്ക് ഇതിൻ്റെ ഈ ജോയിൻറ്റിലേക്ക് ഇതുപോലെ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് മേടിച്ച് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിത് രണ്ടും കൂട്ടി ഒരു HS എന്ന് പറയുന്നത് ഈ അതായത് നമുക്ക് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഷിങ്കാവും, അത് ചുരുങ്ങുന്ന ഒരു സൈസ് ഇതാണോ ഇതിനകത്ത് ഇതുപോലെ ഈ റെസിസ്റ്റൻസിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്നും കയറ്റിയിട്ടിട്ട് നിങ്ങളിതുപോലെ ഒരു ലൈറ്ററോ നിങ്ങളുടെ വീട്ടിലുള്ള ലൈറ്റർ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഈ സാധനം അതിനകത്ത് കയറി മുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കപ്പാസിറ്ററെ കൊടുത്ത് ഇത് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് വേറെ ഇങ്ങനെ തട്ടുക പ്രശ്നമൊന്നും വരത്തില്ല. മാത്രമല്ല എന്തെങ്കിലും കാരണവശാൽ ഇത് കത്തിപ്പോവാണെങ്കിലും ഇതിന് പുറത്തേക്ക് തീയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതിനുള്ളിലിരുന്ന് തന്നെ ഈ സ്ലീവിനുള്ളിലിരുന്ന് തന്നെ അതങ്ങോട്ട് എരിഞ്ഞങ്ങ് പൊക്കോളും. നമുക്ക് ഈ കപ്പാസിറ്റർ ഷോർട്ടായാലും യാതൊരു വിധ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് സോൾഡർ ചെയ്ത് സംഭവം വെച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാനിതൊക്കെ ആണെങ്കിലും ഞാൻ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ലൊടുക്ക് വിദ്യകൾ വെച്ചിട്ട് ഇത് കെടുത്തുന്നതിന് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ പലരും ചോദിക്കുമ്പം ഒരു നിവൃത്തിയിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പലതും പറയുമെന്നുള്ളതല്ല. അല്ലാതെ കൊണ്ട് ഇത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ ഉറപ്പായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ക് വെച്ചിട്ടുള്ള LED ബൾബുകൾ തന്നെ നിങ്ങൾ കടയിൽ നിന്ന് ചോദിച്ച് മേടിക്കണം. SMD ടൈപ്പ് മേടിക്കരുത് ഒരു കാരണവശാലും. സാധാരണ ഇതിനകത്തിപ്പം വലിയ കമ്പൗണ്ട്സുകളും അതുപോലെ തന്നെ വലിയ ട്രാൻസ്ഫോർമറും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ചോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ SMBS പവർ സപ്ലൈ പോലുള്ള സംഭവം ഇത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുവാണെങ്കിലുള്ളൊരു ഗുണം വെച്ചാൽ നമുക്ക് നല്ല പെർഫോമൻസ് ആയിരിക്കും, കൂടുതൽ കാലം ബൾബ് ഈട് നിൽക്കുകയും ചെയ്യും. ഇപ്പം വരുന്ന പല ബൾബുകൾ നിങ്ങൾ എടുത്തറിയാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ല ഈ ഗ്ലാസിൻ്റെ ഈ ബൾബ് ഞാനിത് 600-700 രൂപയ്ക്ക് അന്ന് മേടിച്ച് ഈ ബൾബിൻ്റെ അതേ അതിപ്പോഴും തെളിയുന്നുണ്ട് കേട്ടോ. അതേ പ്രകാശമുള്ള ബൾബുകൾ ഇപ്പം നമ്മൾ കടയിൽ പോയി മേടിച്ച് 60 രൂപയൊക്കെ വിലയുള്ളൂ. അപ്പോൾ നമ്മളത് കയ്യിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുട്ടത്തൊണ്ട് എടുക്കുന്ന പോലെ ഇരിക്കും. അത് തീരെ ഒന്നുമില്ല, പതിര് പോലെ വളരെ ഒന്നുമില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീർത്തും പതിരായിട്ടിരിക്കുന്നതിനകത്ത് ഒരു കാരണവശാലും ഈ ചോക്ക് ഉണ്ടാകത്തില്ല. ചോക്കുണ്ടെങ്കിൽ ആ ചോക്കിൻ്റെ ആ വെയിറ്റ് ആയാലും വരുമല്ലോ.
അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ഇല്ലാത്ത അങ്ങനത്തെ പതിര് പോലത്തെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് മങ്ങി തെളിഞ്ഞ് കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കയറി പോകുന്ന സ്റ്റെയറയിലൊക്കെ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ അതിന് കൂടുതലും പ്രശ്നം വരുന്നുണ്ട്. കാരണം അതിനകത്ത് നിങ്ങൾക്ക് അത് മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ അത് ചോക്കുണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ചോക്കില്ലാത്തതാണെന്ന് വരികിൽ ചോക്കുള്ളത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല കമ്പനിയുടെ ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെയുള്ള സാധനം മേടിച്ചിട്ട് തന്നെ നിങ്ങൾ ഈ സാധനം കെടുത്തണം എന്നുള്ളതാണ്. അതായത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾ ഒഴിവാക്കണം. അത് ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി ആൾക്കാർക്ക്. ശരി തന്നെ, ഉറങ്ങുന്ന റൂമിനകത്തൊക്കെ ആകുമ്പോൾ ഓഫാകാതെ വന്നാൽ ഭയങ്കര പ്രശ്നം. മാത്രമല്ല ഒരു വേറെ ലൈറ്റ് ഇടുമ്പം ഈ ലൈറ്റ് കത്തുക ഇങ്ങനെയൊക്കെ വന്നാലും പ്രശ്നമാണ്. അപ്പം നിങ്ങൾ നല്ല ക്വാളിറ്റി ബൾബുകൾ ഉപയോഗിച്ചാൽ ഒരു കാരണവശാലും ഇത് വരത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ഒരു സോക്കറ്റിൽ തന്നെ നിങ്ങൾക്കത് പ്രശ്നം വരുന്നുണ്ടെന്ന് വരും, അങ്ങോട്ട് നിങ്ങൾ വേറൊരു നല്ല ബൾബ് വാങ്ങിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് കെട്ടുപോകും. നിങ്ങളിതിനകത്ത് കപ്പാസിറ്റർ ടെക്നിക്കോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ 2-വേ സ്വിച്ചിൻ്റെ ടെക്നിക്കോ ഇതൊന്നും ചെയ്യാൻ പോകേണ്ട കാര്യം സാറിന് ഇത് വരത്തില്ല. ഞാൻ ഇഷ്ടംപോലെ അങ്ങനെ മാറ്റിയിട്ട് കഴിയുമ്പോൾ ഞാൻ പല വീട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹോൾഡറിൽ നിന്ന് ഊരിയിട്ട് വേറെ അപ്പുറത്ത് കിടക്കുന്ന ഹോൾഡറിൽ നിന്ന് ഇപ്പുറത്തെ ഹോൾഡർ ഇടുമ്പോൾ തന്നെ സംഗതി പ്രശ്നം പലരേതും മാറാറുമുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ആളുകൾ നമ്മളോട് ഇങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ചേർന്നാടുള്ള മനു എന്നെ വിളിച്ചിങ്ങനെ കപ്പാസിറ്റർ കൊടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതിനോട് ഇങ്ങനെ ചോദിച്ചു. അപ്പം നമ്മളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും നമ്മളെ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരും വീണ്ടും ഈ സെയിം കേസ് ചോദിച്ചുകൊണ്ടാണ് ഇതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോയും കൂടി ഞാൻ കൃത്യമായിട്ട് ചെയ്തത്. അപ്പം ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റേ എൻ്റെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി അതിനകത്ത് കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോസുകളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ബൈ.